കോഴിക്കോട് MDMA പാക്കറ്റ് വിഴുങ്ങിയതിനെ തുടർന്ന് ആശുപത്രിയിൽ കഴിയവേ മരിച്ച ഷാനിദിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. പോലീസിനെ കണ്ടു ഭയന്ന് MDMA വിഴുങ്ങി ഷാനിദ് ഇന്നലെയാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, ഇന്നലെയാണ് ഈ ഷാനിദ് മരണപ്പെടുന്നത്. ഇനി പോസ്റ്റ്മോർട്ടം നടക്കേണ്ടതുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ജയലക്ഷ്മി, ഇന്നലെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് ഷാനിദ് 28 വയസ്സുള്ള ഷാനിദ് MDMAയുടെ പാക്കറ്റ്, വെള്ളത്തരികളടങ്ങിയ പാക്കറ്റ് വിഴുങ്ങിയതിനെ തുടർന്ന് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് ഷാനിദിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ അല്പസമയം കഴിഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നടക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഈ രാസലഹരിയുടെ സാന്നിധ്യം കൊണ്ട് ആണോ മരണപ്പെട്ടത്, അതല്ലെങ്കിൽ തുടർച്ചയായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളാണോ എന്നൊക്കെ ഒരുപക്ഷെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതോടുകൂടി അതിൽ നിന്ന് കുറച്ചുകൂടി വ്യക്തത വരികയും ചെയ്യും. പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞാൽ അത് അമ്പായത്തോടിലുള്ള അവരുടെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുകയും ചെയ്യും. നമുക്കറിയാം, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിലെ അമ്പായത്തോട് പരിസരത്ത് പോലീസ് അവരുടെ പരിശോധന നടത്തുന്ന സമയത്ത് ഒരു 11:20 ഇത്തരത്തിൽ ഷാനിദ് പോലീസ് വാഹനം കണ്ട് കയ്യിലുണ്ടായിരുന്ന MDMA പാക്കറ്റ് വിഴുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അതിനിടയിൽ പോലീസ് ഷാനിദിനെ പിടികൂടുകയും ചെയ്തു. പിന്നീട് MDMA പാക്കറ്റ് വിഴുങ്ങിയതാണ് എന്ന് മനസ്സിലായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു. പക്ഷേ ആ സമയത്തും ഇത് പരിശോധിച്ച സമയത്ത് MDMA പാക്കറ്റ് ഉള്ളിലെന്ന് കണ്ടെത്തിയപ്പോൾ പോലും അത് ഓപ്പറേറ്റ് ചെയ്ത് പുറത്തെടുക്കാനൊക്കെ ഷാനിദ് വിസമ്മതിച്ചിരുന്നു. ആ സമയത്ത് ഷാനിദിന്റെ പിതാവിനെ അങ്ങോട്ടേക്ക് പോലീസ് വിളിപ്പിച്ചിരുന്നു. പിതാവ് പോലും പറഞ്ഞെങ്കിലും ഷാനിദ് കൂട്ടാക്കിയില്ല. അങ്ങനെ ഒരുപാട് സമയം ഇത് പുറത്തെടുക്കാനൊക്കെ, ആ ശസ്ത്രക്രിയയിലേക്ക് കടക്കാനൊക്കെ ഒരുപാട് സമയം കളഞ്ഞു പോയിട്ടുണ്ട്. പിന്നീട് ശസ്ത്രക്രിയക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയത്താണ് ഷാനിദ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വളരെ ദാരുണമായ ഒരു മരണമാണ്. കാരണം ഈ ലഹരിക്ക് അടിമയായി ലഹരി മൂലം ഉണ്ടാകുന്ന മരണങ്ങൾ, ലഹരി മൂലം ഉണ്ടാകുന്ന മറ്റു പല കാര്യങ്ങളും ഇപ്പോൾ സമീപകാലത്ത് ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട പരിസരത്തൊക്കെ കൂടുതൽ അന്വേഷണം നടത്തുന്നു. കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഷാനിദിനൊപ്പം ഈ ഭാഗത്തൊക്കെ MDMAയുമായി വിൽപ്പന നടത്തുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുകയും ചെയ്യും. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യും. ജയലക്ഷ്മി. ശരി ഇംതിയാസ്.